എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈ റിസ്ക് ഏരിയയിലാണ് എന്ന് അറിഞ്ഞുകൂടി നമ്മൾ ഇന്ന് വലിയൊരു മണ്ടത്തരം ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, നമ്മൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. പക്ഷേ ആ ഒരു സ്ഥലത്തിന് ആ ഒരു ചെയ്യാൻ പോകുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. ഹൈ റിസ്ക് ആണ്. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് പണ്ടേ പ്രാന്താണെന്നാണ് നാട്ടുകാർ പറയാറ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കത് ഇപ്പോൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. വീട്ടിൽ പറഞ്ഞ മോനെ ഇപ്പോൾ ചെയ്യണ്ട. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ അത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. സോ ലെറ്റ്സ് ഗോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാൻ കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. ചെറിയൊരു ഇറക്കം കെട്ടിയിട്ടുണ്ട്. അവിടെ പൂമല ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇറക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ട് പൂമല ഡാമിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. വെറുതെ ഈ വഴി വരെ വന്നതല്ലേ ഗൈസ്. ഇവിടേക്ക് ഞാൻ വന്നിട്ട് കാലം കുറേ ആയിട്ടാ. നോക്കിയേ, മുന്നത്തെ പോലെ ഒന്നുമല്ല. ഇവിടെ ഇങ്ങനെയൊക്കെ ഗേറ്റൊക്കെ വെച്ച് ഇതേതാ സ്ഥലമാവോ? ഇവിടെ ഏതൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഇത് ഈ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാണത് താഴത്തോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴിയാന്ന് തോന്നുന്നത്. കുറേ കാലമായിട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ആഹാ, ആർട്ട് വർക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആൽവിൻ, അപ്പു, അവൻ്റെ പിന്നെ വേസ്റ്റ് ഇടാൻ ഇവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പുതുമയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ കേട്ടോ. ഈ ഗേറ്റ് എൻ്റെ ഓർമ്മയിൽ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മാരനും കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആഹാ, പൊളിച്ചല്ല. ഇതിൽ കൂടെ വെള്ളം ഒഴുകിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് വരണത് കേട്ടോ. അത് കൊള്ളാം. ഇവിടെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കൊന്ന് പോവാട്ടോ. ചെളി ഉണ്ട് കേട്ടോ. നോക്കിയേ, കിടില വെള്ളച്ചാട്ടായില്ലേ അവിടെ. കൊള്ളാട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. പക്ഷെ ആൾക്കാർ ഇവിടെ വന്ന് ഇറങ്ങി കുളിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. എന്തായാലും കണ്ടതല്ലേ. ഓ, ഇത് കുറച്ച് സ്റ്റീപ്പാട്ടോ. അതാ അതിൻ്റെ മേലെന്നാണ് നമ്മൾ പോണത്. ആകാശത്തുനിന്ന് ചാടണോണല്ലേ കാണുമ്പോൾ. അവിടെ നിന്ന് ഒരു ജമ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ ആകാശത്തുനിന്ന് ചാടി വരണോന്നുള്ള ഫീൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ബൈക്ക് പോളിവുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അതിമനോഹരമായ പൂമല വെള്ളച്ചാട്ടം ഗൈസ്. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല കേട്ടോ, സത്യം പറയാം. ഞാനിത് വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ പൂമലയിലത്തെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പൂമലയിലത്തെ വെള്ളച്ചാട്ടം കാണുന്നത്. പൂമല ഡാമിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും വെള്ളച്ചാട്ടം ഉള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ നേരെ കണ്ടത് ആ ഒരു കെട്ടിടം കണ്ട. ആ കെട്ടിടത്തിൻ്റെ അതിൽ കൂടെ വന്നിട്ടാണ്. അവിടെ കുറേ വെട്ടിത്തെളിച്ചിട്ടുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ തിങ്ക് അത് നമ്മുടെ ഊടുവഴിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇവിടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവിടെ ഒരു വെള്ളച്ചാട്ടം ഇറങ്ങി പോകാൻ അങ്ങനത്തെ ഇതിലൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ വരെ എക്സ്പ്ലോർ ചെയ്യുക, എല്ലാം കാണാം കേട്ടോ. ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കണതും കുറ്റകരമാണ് കേട്ടോ. കാരണം ഇവിടെ പണ്ട് ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് ആ ഇത് കണ്ട കല്ല് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ചാടി കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. അതെ കണ്ടോ, ആൾക്കാരുടെ മരണങ്ങൾ കൂടിയപ്പോൾ പയ്യെ അത് അടച്ചു എന്ന് തോന്നുന്നുണ്ട്. ഗേറ്റ് എപ്പോഴും തുറന്നു കൊടുക്കാവോ അതോ 7 മണിക്ക് തുറന്നിട്ടിട്ട് സെക്യൂരിറ്റി പോയതാണാവോ അറിയില്ല കേട്ടോ. ചെറിയൊരു ഇത് തുറന്നിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ, കാലാവസ്ഥ നോക്കി കൂരി ഇട്ടിട്ടാ. കാലത്ത് 8 മണിയുടെ കാര്യമാണ് പറയണേ. എൻ്റെ അമ്മോ, എന്തൊരു കാലാവസ്ഥയാ സീൻ. ഗൈസ്, മഴക്കാര് കണ്ട് പേടിച്ച്
ഞാനിവിടെ ഒരു കടയിൽ കയറിയിരിക്കാൻ പോകാട്ടോ. സൈക്കിൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ ഞാൻ അവിടെ വെച്ചു. ഭയങ്കര മഴക്കാരട്ടോ. അവിടെ വെളുത്ത് വരുന്നുണ്ട്, ഇവിടെ കൂരിയ ഇട്ട് കേട്ടോ. ഇപ്പുറത്തെ കൂരിയ ഇട്ട്. ഇത് നോക്കിയേ, അവിടെ ആൾക്കാർക്ക് ഇരിക്കും ചെയ്യാം, ചെടിയിലേക്ക് വെള്ളവും ആവും ചെയ്യാം കേട്ടോ. മറ്റേ ചുറ്റുമതിൽ പോലെ കെട്ടുന്നതിനെക്കാട്ടും വില കുറവാണോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ല. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണണം കേട്ടോ. വെള്ളവും കിട്ടും, ഇരിക്കുകയും ചെയ്യാം. കൊള്ളാം, ആ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലെന്ന് ആലോചിക്കണം കേട്ടോ. ഒരു നല്ലൊരു ഹോട്ടലാണെന്നുണ്ട്, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹോട്ടലിലത്തെ കടയുടെ പേര് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ലോക്കൽ നെയിം, ബോർഡിലത്തെ നെയിമല്ല, ലോക്കൽ നെയിം അറിയെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ ഒരു പള്ളിയുണ്ട്. സോ ആ കയറ്റം വല്ലാതെ നമ്മളെ ഡ്രെയിൻ ഔട്ട് ആക്കിയിട്ടാ. മധുരം കുറച്ചൊരു കാപ്പി. ആ ബ്രൂ ഉണ്ടോ? ബ്രൂവിൻ്റെ ഒരു ബ്രൂ കാപ്പി എടുത്തോ. വേണ്ട ബ്രൂ എടുത്താൽ മതി. ഞാനിവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചുകൊണ്ടാ. ആ കയറ്റം എന്നെ വല്ലാതെ അടാതെ ആകർഷിച്ചെന്ന് പറയില്ലേ. ഒരു പൊറോട്ട, നല്ല ചൂട് പൊറോട്ട കേട്ടോ. പുറത്ത് നല്ല മഴക്കാർ കണ്ടില്ലേ, അതും പിന്നെ നമുക്ക് ചൂട് പൊറോട്ടയും. മോനെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. 100 രൂപ പൊറോട്ട, ഗ്രീൻ പീസ്, മധുരം കുറച്ചൊരു ബ്രൂ കാപ്പി, 3 ഏത് മുട്ടയാണാവോ, 3 മുട്ടയും. നമ്മൾ ഏത് വഴിയാണ് നമ്മൾ ചെപ്പാറയിലേക്ക് എത്താമെന്ന് എനിക്കറിയില്ല. താഴത്തോടെയാണോ മേലത്തോടെയാണെന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നത് താഴ്ത്തിക്കൂടെ എത്തുന്നതാണ് എൻ്റെ ഒരു പോക്ക് കണ്ടിട്ടുള്ള വിശ്വാസം. എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ ഏത് വഴിയാണ്. ലൈക്ക് പോയാലാണ് മേലെട്ട താഴെത്താ. ഞാൻ പ്രിഫർ ചെയ്യണത് എപ്പോഴും താഴത്തെ വഴി എത്താനാണ്. താഴോട്ട് തന്നെ കേട്ടോ. അതെ അതെ അതെ. താഴ്ഭാഗം തന്നെ. എവിടെ മോഹനെ കെടുക്കണ നോക്ക്. സീൻ പൊളിച്ചിട്ടാ. നിനക്ക് കാണാണ്ട മല? താഴ്ഭാഗല്ലേ മേൽഭാഗ അറിയില്ല കേട്ടോ. ദൈവേ, ഫ്രണ്ട് ബ്രേക്കാ പിടിച്ചേ. അയ്യോ, സോറി ഗൈസ്, മേൽഭാഗാട്ടോ. നമ്മൾ മേലേക്ക് എത്തിയേ. ഇതിന് 2 സൈഡ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ആൾക്കാർ കൂടുതലും ഇവിടെ നിന്നാണ് വരാം. നമ്മൾ സാധാരണ ക്ലബ്ബൊക്കെ ആയിട്ട് സൈക്കിളോട്ട് വരുമ്പോൾ അപ്പുറത്തേക്ക് കൂടെ കയറിയിട്ടാണ് വരാം കേട്ടോ. അപ്പുറത്തേക്ക് കൂടെ കയറിയിട്ടാണ് വരാം. ഇത് കുത്തനെയായിട്ട് വലുതല്ലേ, ഇതിൽ കൂടെ ടൂറിസ്റ്റ് മാത്രമേ വരുള്ളൂ. നമ്മൾ സൈക്കിളോട്ട് വരുമ്പോൾ അപ്പുറത്തേക്ക് കൂടെ വരാം. അത് ഞാൻ പറയാം, താഴോട്ടാണോ മേലോട്ടാണോ എന്നുള്ളത് കേട്ടോ. സാരില്ല, നമുക്ക് എവിടെയെങ്കിലും കുഴപ്പമില്ലല്ലോ. പയ്യെ മല കയറി തുടങ്ങാം കേട്ടോ. സാധനം പോയതാണ്. ഞാനൊരു അഡിഡാസിനെയും വിശ്വസിച്ചിട്ടാണ് ഈ കയറ്റം കയറി പോണേ. അഡിഡാസും 510-ഉമുള്ള കൊളാബറേഷൻ. ആ കൊളാബറേഷൻ എന്നെ കൊളാക്കില്ലാന്ന് തോന്നുന്നു. ഷൂവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഗ്രിപ്പ്. സോ 3 മാസം സ്കോട്ടൊക്കെ 20 കിലോട്ട് ചെയ്യണതിന് ഉപകാരം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. അതിൽ നമ്മൾ ഒരു പാറപ്പുറത്തെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം നമ്മുടെ പോളിവിട്ടനായിട്ട് സുഹൃത്തുക്കളെ. ഓ, എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ റിസ്ക് ആട്ടോ. ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. മഴക്കാലത്ത് ഇങ്ങനത്തെ പാറക്കെട്ടിൻ്റെ മേലെ കൂടെ ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, നല്ല ഇതുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഞാൻ ഐഫോണിൽ കാട്ടിത്തരാം. നമ്മുടെ പോളിവിട്ടൻ ഇരിക്കുന്നു നോക്കാം. ഫ്ലൂറസെൻറ്റും ബാക്ക്ഗ്രൗണ്ട് ആ ബ്ലാക്ക് കളറാകുമ്പോൾ നൈസല്ലേ, എന്ത് ഭംഗിയാ നോക്കിയേ. അടി സക്കേ പൊളിച്ച് അടിപൊളി. ഇതാ ഞാൻ കൂടുതലും ഈ ഗീറിലിട്ട് ഓടിക്കുക കേട്ടോ. അതുകൊണ്ട് ഈ ഗീർ മാത്രം കറുത്തിരിക്കണതണ്ട. ഇവിടേക്കൊക്കെ വല്ലപ്പോഴേ കയറ്റുള്ളൂ. വെറ്റ് ലൂവാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ കളർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് പോയി ഒന്ന്
ഒരു ട്രയൽ വാക്ക് നടത്താം. എന്നിട്ട് നമുക്ക് ഒരു സാധനം എടുക്കാണ്ട് കേട്ടോ. ഹൈ റിസ്ക് ഏരിയ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കൈയും കാലെങ്കിലും സംരക്ഷിക്കണം. മുട്ടന്നുണ്ട് ഗ്യാസ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാനേ ഇൻസ്പെക്ട് ചെയ്യാൻ വന്നതൊന്നുമല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഇതിൽ കൂടെ അങ്ങോട്ട് ഇറക്കിയിട്ട് നമ്മൾ കോസ്മിക്കും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം മൂന്നാം തലമുറക്കാരനായ നമ്മുടെ പോള്യൂട്ടൻ ഇതിൽ കൂടെ പോകുമെന്നുള്ളതാണ് എനിക്ക് വലിയ ഇമ്പമായിട്ട് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് അവിടെ ഒരു സുഖം കാണുന്നില്ല എനിക്ക്. ഫുള്ള് അപ്പുറത്തൊരു പാറയുണ്ട്, ഇവിടെ ഒരു ഇതായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ വേറൊരു ചെറുതിട്ടാ ജസ്റ്റ് വാമപ്പിന് വേണ്ടിയിട്ട് ഇത് ക്ലൈംബ് കയറി വന്നതാണ്. എന്നാലും സ്റ്റിൽ ചെറിയൊരു വാമപ്പും ആ ഒരു ടെൻഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. വലിയ വഴുക്കൽ എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്ക് വഴുക്കുമെന്നുള്ള ട്രോമ തലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നാതെ ഒട്ടുമിക്ക സമയത്തും ആ ഒരു ഇതുണ്ടാവും കേട്ടോ. തെന്നാവോ ആ സാധനം. ഇപ്പം എനിക്ക് വലിയ തെന്നൽ ഞാൻ ഇപ്പോൾ ഇതുവരെ കയറിയിട്ട് നമ്മുടെ ഷൂമ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. പിന്നെ വേറൊരു റൂട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ സൈഡ് അങ്ങോട്ട് ഇറങ്ങി പോകാൻ കേട്ടോ. പക്ഷേ ഇറങ്ങിപ്പോയ വഴി തന്നെ തിരിച്ച് കയറേണ്ടി വരും. അതാണൊരു സുഖമില്ലാത്തത്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കണം. ഇവിടെ ബീറും കുപ്പികളുടെ ചീളുകളുണ്ട് കേട്ടോ ഈ വഴി ഫുള്ള്. എടുക്കണം അതൊക്കെ. എനിക്കിതും അങ്ങോട്ട് ഒരു സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല സുഹൃത്തുക്കളെ. ഇവന്മാർക്ക് ബീറും കുപ്പി എന്തിനാണ് പൊട്ടിച്ചിടണേ കേട്ടാ. നോക്കിയേ ഈ വഴി ഫുള്ള് കേട്ടാ. ഇതിവിടെ 2 കിടക്കുന്നുണ്ട്, 3, 4. ഇവിടെ പിന്നെ എണ്ണാനില്ല. നോക്കി വലുതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹൈ പ്രഷറിൽ വരുന്ന കാരണം അപ്പം അതും ക്യാൻസൽ. ബീറും കുപ്പി നിങ്ങൾ കുടിക്കാൻ ഞാൻ പറയണില്ല, എന്തിനാ പൊട്ടിച്ചിടണേ. അവിടെ കൊണ്ടക്കൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചേർത്ത് വെച്ചൂടെ. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും മറ്റേ പണിക്കാരെ ആക്രി പണക്കുന്നവരെ 10 രൂപ 15 രൂപയാണ് കിട്ടും ഒരു കുപ്പിക്ക്. റിസ്ക് കൂടുതലുള്ള കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കാര്യങ്ങൾ. നമ്മൾ നേപ്പാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നീ പാഡ് കേട്ടോ. പ്രൊഫഷണൽ നീ പാഡ് ഗൈസ്. നമ്മൾ സാധനം ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പ്രൊഫഷണൽ സാധനം നീ പാഡ്. നമ്മൾ നേപ്പാൾ ട്രിപ്പ് ഓർമ്മയുണ്ടാവാൻ വഴിയുണ്ട്. ഒരു വൺ ഓഫ് ദ മാസ്റ്റർ പീസ് ഐറ്റം ആയിരുന്നു സാധനം. അവിടുത്തെ പൈൻ ഫോറസ്റ്റിലത്തെ മൗണ്ടൻ ബൈക്കിംഗ് ഉണ്ട്. സോ പഴയ നേപ്പാളിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കില്ലേ. പ്രൊഫഷണൽ റൈഡർ ജോയൽ പ്രോ റൈഡർ കൊള്ളില്ലേ, അടിപൊളിയല്ലേ. നമുക്ക് ആ ഒരു ഇത് കിട്ടും കേട്ടോ. സേഫ്റ്റി മുഖ്യം പിക്കില്ലേ. ഓക്കെ. നല്ല ഇടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാലും ഓൾമോസ്റ്റ് കേട്ടോ. പെഡല് ചെറിയൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തെറ്റിയിട്ട് ടൈറ്റ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ത്രെഡ് 2-3 എണ്ണം ഊരി പോന്നിട്ടുണ്ട്. ഇതൊരു പെഡലില്ലാത്ത ഓഫ് റോഡായിട്ട് പെട്ട് പോകുന്ന എനിക്കൊരു സംശയമില്ലാതില്ല കേട്ടോ. നമ്മളിപ്പോൾ റോങ് റൂട്ടാണ് പോണത്. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. സോ പെഡല് പണി തരുമോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ വെച്ച് ടൈറ്റ് ചെയ്തു. പെഡൽ മാറ്റണോ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. കാരണം നമ്മുടെ ഫസ്റ്റത്തെ പെഡലാ. 2 സാധനങ്ങൾ എനിക്കിപ്പോൾ ഈ വന്ന ട്രിപ്പിൽ എനിക്ക് മാറ്റാൻ തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ചെസ്റ്റ് മൗണ്ട് ഒന്ന് മാറ്റാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പെഡലും മാറ്റാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിച്ച് പ്രത്യക്ഷത്തിലൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമുക്കതൊരു കോൺഫിഡൻസ് തരാത്ത പോലൊരു ഫീൽ കേട്ടോ. സോ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇല്ലല്ലോ അല്ലേ. ഇവിടെയൊക്കെ നല്ല തെന്നലുണ്ട് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങൾ സ്പീഡ് കുറയ്ക്കണത് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൂടിയ ഏരിയ എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ ഒരു ബണ്ണി ഹോപ്പ് അടിച്ചാലോ. അമ്മി വേണ്ട, നമുക്ക് ഒരു പരിപാടിയും വേണ്ട കേട്ടോ. ഒന്നുമില്ല, സ്മൂത്ത് ആൻഡ് ക്ലീൻ റൈഡായിരിക്കും ഇത്. എന്തിനാണ് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടണേന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ ജോയൽ.
കമോൺ. കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വിടലാണ്. സോ ഡ്രോപ്പിൻ ഇൻ ഗൈസ്, ഡ്രോപ്പിൻ ഇൻ. ഫസ്റ്റ് സെക്ഷൻ സ്മൂത്ത്ലി സക്സസ്ഫുള്ളി ഫിനിഷ്ഡ്. ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വരമ്പത്തിക്കൂടെ നമ്മൾ ഓടിച്ച് പോകാൻ പകുതിയോളം ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വരമ്പത്തിക്കൂടെ. ഇപ്പം അത് ഓടിച്ച് പോകാൻ പറയരുത്. എന്താ ഈ വരമ്പ് കണ്ട, കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിരുന്നു. ഇതിൻ്റെ ഇതിൽ കൂടെ പോയിട്ട് അവിടം വരെ എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. അതോ പകുതി വെച്ചിട്ട് നിർത്തി തിരിച്ച് പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ കാടാണ്. നമ്മുടെ പണ്ടത്തെ വീഡിയോസ് തൊട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഒരു 5 കൊല്ലം മുന്നത്തെ കേട്ടാ. സോ ഈ റൂട്ടെത്തി. ഇനി ലെറ്റ്സ് ഗോ. വീണ്ടും നമുക്ക് ഇവിടെ ആ ഒരു ഹൈറ്റ് കണ്ട, അവിടെ നിന്ന് ചാടാട്ടാ. സെക്കൻഡ് ഇതായിട്ട് സെക്ഷൻ ഒരു പകുതി കഴിഞ്ഞു. കണ്ട ഇവിടെ ഒരു വഴിയുണ്ട്, കയറോ നോക്കി നോക്കാം. കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ വേണ്ട, കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. വേറൊന്നുമില്ല, വീണ് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീത്തിയതാണെന്ന് കരുതിക്കോട്ടെ അവർ. കുറച്ച് നേരം ഇവിടെ എടുത്തിട്ട് പോകട്ടെ. ഇതൊക്കെ വഴി കാണുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി നോക്കാട്ടോ. ഈ വഴിയാണ്, ബട്ട് കുഴപ്പമില്ല എന്ന് കരുതുന്നു. കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റാ, അയ്യെ നമുക്ക് തിരിച്ചു കയറാം. എന്നിട്ട് നമ്മളാ വീണില്ലേ, ആ വീണ ഭാഗത്തേക്ക് കൂടെ നമുക്ക് ഡ്രോപ്പിങ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എവിടെയായിരുന്നു? ശ്രദ്ധിച്ചാ നിങ്ങൾ? നെഞ്ചൊരു മിനി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാ ഫ്രണ്ടിലത്തെ എഴുതിയേ. കാമൻ കോയിട്ടായിട്ടിരിക്കട്ടെ. കാണുമ്പോൾ പെട്ടെന്ന് ഒറ്റൊരു ഇതല്ലേ വിചാരിക്കും, പക്ഷേ ഒരു പഴഞ്ചൊല്ലല്ലേ, അണ്ടിയോടെ അടുക്കുമ്പോൾ അണ്ടിയുടെ പുളി അറിയുള്ളൂന്ന്. അങ്ങനെ തന്നെയാണോ കർത്താവേ?
ട്രോളൊന്നും വരില്ല വിചാരിക്കണു, അങ്ങനെയാന്ന് തോന്നുന്നുട്ടാ. നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് ഇറക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇതുണ്ടാവും, ഒരു ഫ്ലോ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് ഡ്രോപ്പ് ഇൻ ചെയ്യാം. ഡ്രോപ്പ് ഇൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളയ്ക്കാനിപ്പോൾ പേടിയായി തുടങ്ങിയിട്ടാ. വളയ്ക്കാനിപ്പോൾ പേടിയായി തുടങ്ങി. ഗോപ്രോ എഫക്റ്റ് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നാട്ടല്ല. ഈ വഴിയാണ് പോണ്ടേ, ഈ മണ്ണിട്ട വഴി. ലാസ്റ്റ് ആ സെക്ഷൻ ആയപ്പോഴേ സത്യം പറയണേ വഴുക്കൊന്നും എനിക്കറിയാം. സ്റ്റിൽ അത് മൈൻഡിലുള്ള കാരണം ഒരു ഇത് ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻ കണ്ട ഹാൻഡിൽ ബാർ സ്ട്രെയിറ്റ് പിടിച്ചാൽ വന്നേട്ടാ. ഒരു വട്ടം വഴിക്കില്ലോ, അപ്പോൾ ഉള്ളിൽ പേടി കയറി. ഡ്രോപ്പ് ഇൻ വഴുക്കിൽ കൂടുതലാ. No bro, no way. ഡ്രോപ്പിങ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്തു. മുകളിൽ ഇരിക്കുന്ന ആൾ ഒരു സിഗ്നൽ തന്നു, രണ്ടാമത്തെ സിഗ്നൽ തന്നു, മൂന്നാമത്തെ സിഗ്നലിൽ ചിലപ്പോൾ പണി പാളും. മൊത്തത്തിലൊരു കാനന ഭംഗിയിട്ടാ. ചെറിയൊരു രക്ഷയില്ല. മഴക്കാലത്തെ വേറെ വൈബാട്ടോ മോനെ, അടിപൊളി. ഞാൻ വേറെ റൂട്ട് ഇറങ്ങി വന്നത് കടിക്കാൻ ഇടിച്ചാൻ മോന്തോളിക്കും. ഞാൻ വേറെ റൂട്ട് സാധാരണ വരാറ്. അതോ എനിക്ക് ഇനിയിപ്പോൾ ഓർമ്മയില്ലാണ്ടത് അറിയില്ല. പൊളിച്ചെന്തായാലും നല്ല വഴി. അയ്യോ അയ്യോ സസ്പെൻഷൻ നോക്കാം, അതാ അയ്യോ എന്ന് പറഞ്ഞേ. ഒരു ഉപ്പ് സോഡ എടുത്തേട്ടോ. ആ കുപ്പി തരുമോ? ഞാനിവിടെ ഒരു ഉപ്പ് സോഡ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ ചേട്ടാ? കല്ലമ്പാറ. ഉപ്പ് സോഡ, ഡെയിലി ലെമൺ സാൾട്ട് സോഡ കേട്ടോ, 10 രൂപയുടെ. ആ എല്ലാ കയറ്റവും കയറും, ഫുൾ കയറ്റങ്ങൾ കയറും. ഇതിനോ കണ്ടാൽ എത്ര രൂപ തോന്നും? എത്ര? 25,000? ഇതിന് 25,000 അല്ല, 1,48,000 രൂപ. 1,48,000 രൂപ റൊക്കം കാശി. ഈ സൈക്കിളിന് ഇതെല്ലാം പുറത്തുനിന്നുള്ള സാധനങ്ങളാ. ഇവിടെ കിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടില്ല. നന്നാക്കണമെങ്കിൽ ബാംഗ്ലൂർ കൊണ്ടുപോകണം. അല്ല, ഇവിടെ മെയിൻ സംഭവങ്ങളൊക്കെ ബാംഗ്ലൂരൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യും, ഇവിടെയും ചെയ്യും. അതെ അതെ അതെ, സാധനം സർവീസ് തൃശ്ശൂരും ചെയ്യും കൊച്ചിയിലും ചെയ്യുമെന്ന് പറയണം. കൊച്ചിയിൽ കുറച്ചുകൂടി നല്ലത് കിട്ടും, തൃശ്ശൂർ കുറവ് കിട്ടും. അങ്ങനെ അത് അങ്ങനെ ഒരു ഉപമ പറഞ്ഞതാ. ഇവിടെയും നന്നാക്കാൻ പറ്റും, എന്നാലും ബാംഗ്ലൂർ പൂനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പ്രൊഫഷണലായിട്ട് നല്ലോണം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉള്ളൂര്. ഇത് യൂട്യൂബിലൊരു എപ്പിസോഡാ. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സായിപ്പുമാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആൾക്കാർക്കും അറിയണ്ടേ, എല്ലാവരും അറിയണമല്ലോ. അതിനുള്ളൊരു ബോധവൽക്കരണ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഇവിടെ പാലം പണി നടക്കുകയാണ് സുഹൃത്തുക്കളെ. പാലം പണി നടക്കണ കാരണം ഇവിടെ ഗതാഗതം അടച്ചിട്ടിരിക്കുക കേട്ടോ. അവിടെ ചെറിയൊരു പാലമുള്ളൂ. ഞാൻ ഇവിടെ ഉപ്പ് സോഡ കുടിക്കുന്നു സുഹൃത്തുക്കളെ. ഉപ്പ് സോഡ വരെ ബോട്ടിലായിട്ടാ. പോരാ, ഒരു സുഖമില്ല. എന്തൊരു ആർട്ടിഫിഷ്യൽ എന്തോ സാധനം ചേർത്തിട്ടുള്ള എൻ്റെ ഒരു ചുക. കുഴപ്പമില്ല. ഡാലിയാന്നാ ഇത് കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെഞ്ചൊന്ന് കത്തിയിട്ടാ സത്യം പറയുകയാണെങ്കിൽ. ആ ഒരു വീഴ്ചയിൽ എന്തോ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ കൺട്രോൾ കയ്യിലുള്ളത് കൊണ്ടോ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. സോ വീട്ടിൽ പോട്ടെ. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.